അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഗസയിലെ ഒരു ചെറുപ്പക്കാരനോട് ഇന്റർവ്യൂ നടത്തിയിട്ട് ഒരാൾ ചോദിക്കുകയാണ്, ഇസ്രായേലിന്റെ ക്രൂരമായ ആക്രമണങ്ങൾ ഒരു വർഷത്തിലേറെയായി നിങ്ങൾ സഹിക്കുന്നു. ഉറ്റവരും കൂട്ടുകാരുമെല്ലാം പല ബോംബാക്രമണങ്ങളിലായി മരിച്ചു വീഴുന്നത് നിങ്ങൾ കാണുന്നു. കൈകാലുകൾ നഷ്ടപ്പെട്ട 1,00,000-ലേറെ പേർ നിങ്ങൾക്കിടയിൽ ഹോസ്പിറ്റൽ ചികിത്സ പോലും ലഭിക്കാതെ കഴിയുന്നത് നിങ്ങൾ അറിയുന്നു. ഇതൊക്കെ ഉണ്ടായിട്ടും നിങ്ങൾക്ക് എങ്ങനെയാണ് ഈമാൻ മുറുകെ പിടിച്ച് ജീവിക്കാൻ കഴിയുന്നത്? ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഹിജ്റയുടെ 3-ാം വർഷം ഇസ്ലാമിലെ ഏറ്റവും വലിയ പോരാട്ടങ്ങളിലൊന്നായ ഉഹദ് യുദ്ധം നടക്കുകയാണ്. തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരിട്ട് പങ്കെടുത്ത ഒരു യുദ്ധം. ആ യുദ്ധത്തിൽ മുസ്ലിം പക്ഷത്തിന് വലിയ പരാജയമുണ്ടായി. അതിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുൻപല്ലുകൾ പൊട്ടി, നബി തങ്ങളുടെ നെറ്റിയിൽ നിന്ന് ചോര പൊടിഞ്ഞു. അതിലേറെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിഷമമുണ്ടായത് അവിടുത്തെ എളാപ്പ ഹംസത്തുൽ കർറാർ റളിയല്ലാഹു അൻഹു ധീര രക്തസാക്ഷിത്വം വഹിച്ചു എന്ന് മാത്രമല്ല, അവിടുത്തെ ചെവികളും ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും മുറിച്ചെടുക്കപ്പെട്ടു. ചെവികൾ തുരന്ന് വളകളാക്കി ധരിച്ചു. മൂക്ക് മുറിച്ചെടുത്ത് മാലയാക്കി കഴുത്തിലണിഞ്ഞു. അവിടുത്തെ തലയിൽ നിന്ന് തല മുറിച്ചെടുത്ത് തലയോട്ടിയിൽ കള്ളൊഴിച്ച് കുടിച്ചു. അവിടുത്തെ കരള് ചവച്ചു തുപ്പി. ഇത്ര ക്രൂരമായ ആക്രമണങ്ങൾ കണ്ടിട്ടും സ്വഹാബത്തിന്റെ മനസ്സ് പതറിപ്പോയില്ല. അല്ലാഹു തആല എവിടെയാണെന്ന് അവർ ചോദിച്ചില്ല. മുത്തുനബിയുടെ മുഅ്ജിസത്ത് എവിടെയാണെന്ന് അവർ ചോദിച്ചില്ല. അവർക്കറിയാം ഈ ദുന്യാവ് പരീക്ഷണത്തിന്റെ ലോകമാണ് എന്ന്. അതൊക്കെ പഠിച്ച ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. ഞങ്ങളുടെ ഈ ഇരുട്ട് തെളിയും, ഇവിടെ വെളിച്ചം വരും. അതും പ്രതീക്ഷിച്ച് നിൽക്കുകയാണ് ഞങ്ങൾ. ഒരു ശക്തിക്കും ഞങ്ങളുടെ ഈമാൻ പറിച്ചെടുക്കാൻ കഴിയില്ല. എത്ര അചഞ്ചലമാണ് അവരുടെ വിശ്വാസം. നമ്മുടെ മനസ്സിലേക്കൊക്കെ ആ വിശ്വാസത്തിന്റെ വെളിച്ചമാണ് കിടക്കേണ്ടത്. ഇവിടെ തോന്നിവാസങ്ങൾ ധാരാളം വർദ്ധിക്കുന്ന ഈ കാലത്തും മൻ തമസ്സക ബിസുന്നതി ഇൻദ ഫസാദി ഉമ്മതി ഫലഹു അജ്റു മിഅത്തി ഷഹീദ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഒരു ഹദീസാണ്. കാലങ്ങനെ പിന്നിടും തോറും മുത്തുനബിയുടെ വചനങ്ങൾക്കും വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾക്കുമൊക്കെ ആളുകൾ വില കൽപ്പിക്കുന്നത് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കും. അങ്ങനെ അവസാന കാലം വരുമ്പോൾ ചെറിയൊരു വിഭാഗമായിട്ട് ആളുകൾ, ഈ ദീനിന്റെ ആളുകൾ മാറിപ്പോകും. പേരിൽ ധാരാളം ആളുകളുണ്ടെങ്കിലും ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്നവർ നന്നേ കുറഞ്ഞു പോകും. ആ ഘട്ടത്തിൽ ആര് നബി തങ്ങളുടെ സുന്നത്ത് മുറുകെ പിടിക്കുന്നുവോ, ഇസ്ലാമിന്റെ തനതായ ആശയത്തിൽ ജീവിക്കുന്നുവോ, അവർക്ക് 100 ഷഹീദിന്റെ കൂലിയുണ്ടെന്നാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, അത് നേടിയെടുക്കാൻ ഇന്ന് നമ്മൾ സ്വീകരിക്കേണ്ട ഒരു നടപടി, അള്ളാഹുവിന്റെ ദീൻ എന്ത് പറയുന്നുവോ ആ ഭാഗത്ത് നിൽക്കുക. അതിനെതിരെ വരുന്ന എല്ലാ അപശബ്ദങ്ങളെയും അവഗണിക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളുമൊക്കെ ഈ സന്ദേശം ഉൾക്കൊണ്ടാൽ നമുക്ക് ജീവിതത്തിൽ അമൂല്യമായ വലിയ നേട്ടമായിരിക്കും ലഭിക്കുക എന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.